അല്ലല്ല സ്മൃതി ഒരൊറ്റ കാര്യം ഈ മണിപ്പൂർ കലാപത്തെ ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല എന്നുണ്ടോ? അതേപോലെ തന്നെ ക്ലിമ്മി സുബാവ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? പിന്നെ മണിപ്പൂർ കലാപത്തിൽ 395 ശിവശങ്കർ അതൊന്നും പറയില്ല. ഞാൻ കണ്ടത് ആ സ്റ്റേറ്റ്മെന്റ്. അത് പറഞ്ഞത് ഇത്രയുമേ ഉള്ളൂ. അവിടെ രണ്ട് മതങ്ങൾ തമ്മിലല്ല, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുണ്ട്. അത് ചരിത്രപരമായ കാര്യമാണ്, പണ്ട് നിലനിന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ തെറ്റിദ്ധരിപ്പിക്കില്ല. ഫാദറിന്റെ ബിഷപ്പിന്റെ വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ച താങ്കൾ പലതവണ പല ചാനലുകളിൽ ഇത് പറയുന്നത് ഞാൻ കേട്ടു. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വിഭാഗത്തിനെ മാത്രം തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഒരു വിഭാഗത്തിന്റെ മാത്രം കണക്കുകൾ നിങ്ങൾ പറയുമ്പോൾ എന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയോ? നിങ്ങളുടെ ഈ സ്ത്രീകളെ മുഴുവൻ പീഡിപ്പിച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് പോയോ? നിർമ്മല സീതാരാമൻ പോയോ? സ്മൃതി ഇറാനി പോയോ? ഏത് നേതാവ് പോയി? ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നോ? മണിപ്പൂരിൽ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തിട്ട് നിങ്ങളുടെ നേതാക്കന്മാർ, കേരളത്തിലെ നേതാക്കന്മാർ പറഞ്ഞു, ശിവശങ്കർ പറയാൻ ധൈര്യമുണ്ടോ? മണിപ്പൂരിൽ പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യാതിരുന്നില്ലേ? നിങ്ങൾക്ക് ഈ വേദിയിൽ, ഈ ചാനലിൽ ഇരുന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവിടെ ആർമിയാണ് പോകേണ്ടത്, അവിടെ നയങ്ങളാണ് വേണ്ടത്, അല്ലാണ്ട് പ്രധാനമന്ത്രി രാജ്യത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ ബിജെപിയുടെ നയം വ്യക്തമാക്കുക. ശിവശങ്കർ കർത്താവുണ്ട്, അതുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഒരു മിനിറ്റ്, ഈ ഒരു പുസ്തകമുണ്ട്, ലവ് ജിഹാദ് ആൻഡ് അതർ ഫിക്ഷൻസ്, സിമ്പിൾ ഫാക്ട്സ് ടു കൗണ്ടർ വൈറൽ ഫാൾസ്ഹുഡ്സ്. ഒരു പുസ്തകമാണ്. ഇപ്പോൾ നല്ലോണം ആ കോപ്പികളൊക്കെ വിറ്റഴിഞ്ഞു പോകുന്നുണ്ട്. ആ പുസ്തകം കൂടി വായിച്ചുകൊണ്ട് അതുകൂടി അവബോധത്തിനായി മുന്നോട്ട് വെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.